ചില വിഷയങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ നിലവിട്ട് വിളിക്കുന്ന നിലവിളിയുണ്ടല്ലോ, സ്വർഗസിംഹാസനത്തെ ചലിപ്പിച്ച് എമർജൻസി ഡെലിവറൻസ് നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും സ്വാഗതം. ഈ അനുഗ്രഹീതമായ നല്ല ദിവസം പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് ഇരിക്കുന്ന ചിലർക്ക് വേണ്ടിയുള്ള ദൈവിക ദൂത കർത്താവ് ഇന്ന് രാവിലെ തരാൻ പോകുന്ന എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന് നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. തിരുവചനത്തിനകത്ത് ഗഹനമായ ആഴമേറിയ ഒരു വിഷയമാണ് നിലവിളി എന്നുള്ളത്. പ്രത്യേകിച്ച് ദൈവസന്നിധി നിലവിളിക്കുന്നവൻ ഒരിക്കലും തകർന്നു പോകത്തില്ല. ഈ വിഷയം നമുക്ക് അറിയാം, വളരെ ഗൗരവമേറിയ ബൈബിളിലൊരു ദൈവപ്രവൃത്തിയുടെ വിഷയമാണ്. പുരീം ഉത്സവം ഇന്നും യഹൂദന്മാർ ആചരിക്കുന്ന ഒരു ഉത്സവ പെരുന്നാൾ. അതിൻ്റെ ആ ഒരു സംഭവം നമ്മൾ വായിച്ചത്. പട്ടണത്തിന് നടുവിൽ അത്യുച്ചത്തിൽ കൈപ്പോടെ നിലവിളിച്ചൊരു ജനത, അതിന് മുഖാന്തരമായി തീർന്ന മൊർദെഖായി. സ്തോത്രം. യഹൂദനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും പൈശാചിക ശക്തികളുടെ ആഗ്രഹമാണ്. പക്ഷെ ടാർഗറ്റ് ചെയ്യുന്തോറും യഹൂദൻ വളരുകയല്ലാതെ യഹൂദൻ ഒരിക്കൽ പോലും അവൻ എന്ത് ചെയ്യില്ല, കുറഞ്ഞു പോയിട്ടില്ല. നമ്മൾ ജീവിക്കുന്ന ആധുനിക കാലഘട്ടവും ബൈബിൾ സത്യമാണെന്ന് തെളിയിക്കുന്നതാണ്. 67 6 ദിവസത്തെ യുദ്ധം, 1948 ഇസ്രായേലിൻ്റെ രൂപീകരണം, ആമേൻ. അതൊക്കെ 19 നൂറ്റാണ്ടുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറിപ്പോയ ജനം തിരിച്ച് സ്വന്തം രാജ്യത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇത് തന്നെയാണ് ബൈബിളിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, കേട്ടോ. സ്തോത്രം. നോക്കിയേ, പട്ടണത്തിന് നടുവിൽ കൈപ്പോടെ നിലവിളിക്കുക മൊർദെഖായി. എന്തിനാവൻ നിലവിളിച്ചേ? തൻ്റെ വിടുതലിന് വേണ്ടി അല്ല, ഒരു വംശമില്ലാതാക്കിപ്പാൻ പോവാ. ഹാമാനെ പിശാച് കയ്യിലെടുത്തുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് ഈ ജനത്തെ തകർക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്യുക. ഇതിൻ്റെ നടുവിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിലവിളിച്ചപ്പോൾ സ്വർഗസിംഹാസനം ചലിച്ചെന്ന് മാത്രമല്ല, രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ഒരുക്കി നിർത്തിയ കഴുകുമരത്തിൻ്റെ മുമ്പിലൂടെ മൊർദെഖായിയെ രാജവസ്ത്രം ധരിപ്പിച്ച് രാജകുതിരയുടെ പുറത്ത് ഹാമൻ നടത്തിച്ച് ഹാമാനെ കൊണ്ട് പറയിപ്പിച്ചു. രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. തീർന്നില്ല. ആ ഒരുക്കിയ കഴുകുമരത്തിന്മേൽ ഹാമാനെ തന്നെ തീർത്ത് ദൈവം തൻ്റെ ശക്തിയുള്ള കരം വെളിപ്പെടുത്തിയെങ്കിൽ എസ്തേറിന് ഹാമാൻ്റെ വീട് ലഭിച്ചെന്ന് മാത്രമല്ല, കരയിപ്പിച്ച മുഴുവൻ എണ്ണത്തെയും കരയിപ്പിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ചെയ്തു. ദൈവസന്നിധിയിലെ നിലവിളി ദൈവിക വിടുതലുകളെ കൊണ്ടൊരു താക്കോല. എത്ര ഹാമാൻ എന്തൊക്കെ പരിപാടി ഏതൊക്കെ രീതിയിൽ ആസൂത്രണം ചെയ്താലും തകർത്ത് തരിപ്പണമാക്കി തൻ്റെ നാമത്തിൻ്റെ അജയ്യത ഇന്നും വെളിപ്പെടുത്താൻ ദൈവശക്തനാ. നമുക്ക് വേണ്ടി ദൈവം അത് ചെയ്യും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ആഴമേറിയ ചിന്തകൾ, വളരെ ഗൗരവമായ ചിന്തകൾ ശാന്തമായി ഞങ്ങളോട് അങ്ങ് ഇടപെട്ടല്ലോ, വ്യക്തമായി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഈ മെസ്സേജുകൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. ആത്മാവിൽ അവരെയൊക്കെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. നിങ്ങളുടെ സന്നിധി ഏങ്ങി കരയുന്ന ചില വിഷയങ്ങൾ, തേങ്ങി വിലപിക്കുന്ന ചില വിഷയത്തിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.